എല്ലാവർക്കും നല്ലൊരു ദിവസത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. ആദ്യം ഗ്രീൻ പീസ് ഇന്നലെ വെള്ളത്തിലിട്ട് കുതിർത്തിട്ടുണ്ടായിരുന്നു. വെളുത്തുള്ളി, ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, വെള്ളം ഇത്രയും കൂടി ചേർത്ത് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് വെന്തൊക്കെ വന്ന് അതിനുശേഷം ഒരു ചീനച്ചട്ടി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കടുക് ഇട്ടു. കടുകൊക്കെ പൊട്ടിയ ശേഷം ചെറിയ ഉള്ളിയാണ് കേട്ടോ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വഴണ്ട് വന്നപ്പോൾ വെന്തിരുന്ന ഗ്രീൻ പീസ് എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ അരപ്പൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു. തേങ്ങ, ചെറിയ ഉള്ളി, ചെറിയ ജീരകം, കുറച്ച് മസാല ഇത്രയും കൂടി ചേർത്ത് അതിൽ ഒഴിച്ച് കൊടുത്തിട്ട് തിളപ്പിക്കുന്നുണ്ട് കേട്ടോ. വേറെ ഒന്നുമില്ല, കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ദോശ ചുട്ടെടുത്തു. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. പിന്നെ ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്കും സാലഡ്, കുക്കുംബർ, പച്ചമുളക്, പയർ ഇത്രയും സാധനം വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വെള്ളത്തിൽ കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് ഞാനത് ഇട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ, കഴുകിയെടുക്കാനായിട്ട്. പിന്നെ നമുക്കിന്ന് ഉച്ചക്കത്തേക്ക് ഏത്തപ്പഴം പച്ചടി കൂടെ ഉണ്ട് കേട്ടോ. അത് ഏത്തപ്പഴം പച്ചമുളക് ചേർത്ത് ഉപ്പും കൂടെ ചേർത്ത് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ അരപ്പൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. തേങ്ങ, ചെറിയ ഉള്ളി, ജീരകം ഇത്രയേ ഉള്ളൂ കേട്ടോ. അത്രയും അരച്ചെടുത്തിട്ട് വെന്തിരിക്കുന്ന ഏത്തപ്പഴം കൂടി ശകലം ഇട്ടിട്ട് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അരച്ചെടുത്തതിൽ ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പം കടുകും കൂടി കടുക് വറക്കുന്നതിന് മുമ്പേ നമുക്ക് തണുത്തപ്പോഴാണ് കേട്ടോ. തണുക്കുമ്പോഴും നമ്മൾ തൈര് കൂടി ചേർത്ത് ഇളക്കണം. അത് കഴിഞ്ഞിട്ട് കടുക് കൂടി വറുത്തപ്പോൾ ഏത്തപ്പഴം പച്ചടി റെഡി ആയിട്ടുണ്ട്. മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് CD, ബ്ലേഡ് ഇങ്ങനെയൊക്കെ ഈ മീനിന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ മീൻ നമുക്ക് വയ്ക്കാം. അപ്പോൾ ഇന്ന് ഉലുവ വറുത്ത് പൊടിച്ച് തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് വെളിച്ചെണ്ണയിൽ ഉലുവ ഒന്ന് പൊട്ടിച്ചു. അരപ്പ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഉപ്പ്, കുടംപുളി, തക്കാളി, പച്ചമുളക്, കറിവേപ്പില മീനും കൂടെ ഇട്ടിട്ട് തിളയ്ക്കാനായിട്ട് വയ്ക്കുന്നുണ്ട്. പിന്നെ പയർ മെഴുക്ക് വരട്ടാം. വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളി ഇട്ട് കൊടുത്ത് പിന്നെ ഉപ്പാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അതൊന്ന് ചെറുതായിട്ട് വാടിയപ്പോൾ പയറിട്ട് കൊടുത്തു. ഇളക്കിയിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. മീൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. വറ്റിയിട്ടുണ്ട്. മീനൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി അത് രണ്ടും ഇട്ടിട്ട് ഇളക്കി ഒന്നുകൂടെ അടച്ചു വയ്ക്കാം. പയറ് മെഴുക്കുവരട്ടി ആയിട്ടുണ്ട് കേട്ടോ. കമ്മാൻഡ് കേൾക്കാൻ വേണ്ടിയുള്ള വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. അവർ ഫുഡ് കഴിക്കുന്നുണ്ട്. ഇത് സാധു കേട്ടോ. സാധു കൂടിയത് കഴിഞ്ഞു. സാധുവിൻ്റെ തീറ്റയാണത്. കാണിച്ച ആളാണ് കേട്ടോ. അവൻ്റെ പേര് ചിപ്രു എന്നാണ്. അപ്പോൾ ഇന്നത്തെ ഇത്രയുള്ള വിശേഷങ്ങളൊക്കെ. താങ്ക്സ് ഫോർ വാച്ചിങ്.